വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. നമുക്കിന്ന് പച്ച മാങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. സൂപ്പർ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ കുറവ് ഇൻഗ്രീഡിയൻസും മതി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക്, 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഈ തേങ്ങയിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുകിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. കടുക് കൂടിപ്പോകരുത് കേട്ടോ, നേരെ കഴിക്കും. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. സവോള തീരെ കനം കുറച്ച് അരിയണേ. കാര്യം നമ്മൾ സവോള എണ്ണയെ വഴറ്റുന്നില്ല, മാങ്ങയുടെ കൂട്ടത്തിട്ട് വേവിക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു പാനിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ എടുക്കാം. തേങ്ങയും കടുകും കൂടി അരച്ചത്, കുറച്ചുപ്പ്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഞാൻ കുറച്ചിപ്പം ചേർക്കുക, പിന്നെ ബാക്കി കടുക് പൊട്ടിക്കുകയും ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. സവാള ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വേകും. കാര്യം നമ്മൾ ചെറുതായിട്ടാണല്ലോ സവാളയും മാങ്ങയൊക്കെ അരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് കടുക് പൊട്ടിച്ചിടുകയേ വേണ്ടൂ. അത്ര എളുപ്പമായി കറി ഉണ്ടാക്കാൻ. ഇതൊന്ന് വേകട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് പൊട്ടിച്ച് ചേർക്കാം. ചൂടാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്,
കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക്. നമ്മൾ വേറെ എരിവ് ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിന് പാകത്തിന് പച്ചമുളകും മറ്റൻമുളകും ഒക്കെ ചേർത്തോളൂ. നമുക്ക് മാങ്ങക്കറിയിലേക്ക് ചേർക്കാം. ഉപ്പൊക്കെ പാകമാണോ നോക്കുക. മാങ്ങ അധികം വേകേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ സൂപ്പർ ഈസി എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. നല്ല പുളി, പാകത്തിന് ഉപ്പ്, തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലും എളുപ്പമായിട്ട് എങ്ങനെ ഒരു കറി വെക്കാൻ പറ്റും? ഒന്നും നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.